ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വർഷം മുഴുവൻ നമുക്ക് പൂക്കൾ തരുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ്സിനെ കുറിച്ചിട്ടോ. ആ പ്ലാന്റിനെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നതാണ്. അതിന് നമ്മൾ വിളിക്കുന്ന പേര് നന്ദ്യാർ വട്ടം അല്ലെങ്കിൽ നമ്പ്യാർ വട്ടം എന്നെല്ലാമാണ്. ക്രീപ്പ് ജാസ്മിൻ എന്നും പറയും. പല രാജ്യങ്ങളിലും പല നാട്ടിലും പല പേരിലാണ് കേട്ടോ ഇത് അറിയപ്പെടുന്നത്. നല്ല ഡാർക്ക് ഗ്രീനിൽ നല്ല വൈറ്റ് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ ഈ നന്ദ്യാർ വട്ടത്തിനുള്ളത്. നന്ദ്യാർ വട്ടം തന്നെ പല വെറൈറ്റികളുണ്ട് കേട്ടോ. പല വെറൈറ്റി എന്ന് പറയുമ്പോൾ വലിയ പൂക്കൾ, അതുപോലെ തന്നെ നല്ല ഡബിൾ ഇതളായിട്ടുള്ള പൂക്കളൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന മണമില്ലാത്ത പൂവാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ പൂക്കൾ തരുന്നൊരു പ്ലാന്റാണ് ഈ ഒരു നന്ദ്യാർ വട്ടം. അപ്പോൾ നന്ദ്യാർ വട്ടത്തിൻ്റെ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ക്രീപ്പ് ജാസ്മിൻ വേര് പിടിപ്പിച്ചെടുക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണേ. നമുക്കറിയാം ഈ നന്ദ്യാർ വട്ടം നമ്മൾ കൂടുതലും കാണുന്നത് ബോർഡർ ആയിട്ടാണ് കേട്ടോ. നമ്മളൊരു തൈ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പല ഷേപ്പിലും, അതായത് നമ്പ്യാർ വട്ടം തന്നെ നട്ടിട്ടുണ്ടെങ്കിൽ പല ഷേപ്പിലും നമുക്കത് വളർത്തിയെടുക്കാൻ പറ്റും. നമ്മൾ പിന്നെ മാളിൽ, അതുപോലെ തന്നെ കടകളിലെ ഇടയിൽ, അത് തന്നെ വീട്ടിലൊക്കെ തന്നെ നമ്മൾ പല നല്ല നല്ല ഏരിയയിലൊക്കെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, ഇതൊന്ന് ബോർഡറായിട്ട് സെറ്റ് ചെയ്തതാണ്. ഒരുപാട് നല്ല സൂര്യപ്രകാശം, അതായത് ഞാൻ എപ്പോഴും പറയുന്നത് ചെടികൾക്ക് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കൊടുക്കരുത്, കലാത്തിയ ബിഗോണിയ പ്ലാന്റിനൊന്നും കൊടുക്കരുത് എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഈ ഒരു പ്ലാന്റിന് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമുള്ള പ്ലാന്റാണ് കേട്ടോ. ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചാൽ മാത്രമേ ഇതിൽ നന്നായിട്ട് ഫ്ലവറിങ് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരുപാട് കീടശല്യങ്ങൾ ഇല്ലെങ്കിലും പുഴുക്കളെ ശല്യം ഇതിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. കാരണം പുഴുക്കൾ ഒരു പുഴു ഇലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മുഴുവൻ അത് നശിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഈ ചെടി ഒരു പിന്നെ ഔഷധ സസ്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണിനും അതുപോലെ തന്നെ പല രോഗങ്ങൾക്കൊക്കെ തന്നെ ഇതൊരു ഔഷധ സസ്യമാണ്, ഇതിൻ്റെ കറയൊക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ചെടി എങ്ങനെ മാറ്റി നടുന്നതാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു ഗ്ലാസ്സിൽ, ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് ചാണകപ്പൊടി വെറും ചകിരിച്ചോറ് മാത്രമാണ് കേട്ടോ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു കമ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചെരിച്ചിട്ട് വെട്ടി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെയുള്ളത് ഇതൊന്ന് ചെരിച്ച് നല്ല രീതിയിലൊന്നിങ്ങനെ വെട്ടി കൊടുത്തിട്ട് ഈ കാണുന്ന ഈ ഒരു പോർഷൻ നമുക്ക് വേണ്ട, ഇത് നട്ടിട്ടുണ്ടെങ്കിൽ പിടിക്കിട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് കണ്ടില്ലേ, ഇതിലിങ്ങനെ കുലകുലായിട്ടാണ് പൂക്കൾ ഉണ്ടാവുക. ഒരു ഇതിൽ തന്നെ ഒരു 10 or 8 പൂക്കൾ ഉണ്ടാവും. അപ്പോൾ ഒരു പൂ കഴിയുമ്പോഴേക്ക് തന്നെ വേറൊരു പൂവ്, അതായത് വർഷം മുഴുവൻ നമുക്ക് പൂക്കൾ കിട്ടുന്ന പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളമുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ നട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. പ്രസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഇതിലൊഴിച്ച് കൊടുക്കാം. ഇത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നല്ല തണലത്താണ് വെക്കേണ്ടത് കേട്ടോ. ഈ ചെടി നട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു തണലത്ത് വെച്ച് കൊടുക്കുക. ഇത് നന്നായിട്ട് വേര് പിടിച്ച് കിട്ടിയാൽ മാത്രമേ നമ്മളിത് ചട്ടിയിലായാലും മണ്ണിലായാലും നമ്മൾ നട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് നമ്മൾ മണ്ണിലൊക്കെ നട്ട് കൊടുക്കുമ്പോൾ ഇളകിയിട്ടുണ്ടെങ്കിൽ വേര് വരില്ല. അപ്പോൾ നമ്മൾ നട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് പിടിച്ച് കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഗ്രോ ബാഗിലോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കണ്ടെയ്നറിൽ നമ്മൾ നട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു മാസം മുമ്പ് ഞാൻ നട്ട് കൊടുത്ത ക്രീപ്പ് ജാസ്മിനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ചെറുതായിട്ട് ഫ്ലവറൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇതൊന്ന് നമുക്ക് വേര് പിടിച്ചോ നോക്കാം. ഉണ്ടോ, നല്ല രീതിയിൽ തന്നെ ഇതിൽ റൂട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പിടിപ്പിക്കുക എന്ന് വെച്ചാൽ കുറച്ച് മണലും കുറച്ച് ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് നട്ടിതിൽ കണ്ടില്ലേ കുഞ്ഞു മൊട്ടൊക്കെ വരുന്നുണ്ട്. ഈസി ആയിട്ട് നമുക്ക് വേര് പിടിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇതിനി നമുക്ക് മണ്ണിലേക്ക് നട്ട് കൊടുത്താൽ അല്ലെങ്കിൽ വലിയൊരു ചട്ടിയിലേക്ക് നട്ട് കൊടുത്താൽ ഈസി ആയിട്ട് ഇത് പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് വേരൊക്കെ വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് വളമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിറയെ നമുക്ക് പൂക്കൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ക്രീപ്പ് ജാസ്മിൻ വേര് പിടിപ്പിക്കുന്നതാണ് ഇന്ന് കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.